അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിങ്കൽ നിന്നുള്ള നേർമാർഗം പ്രവാചകന്മാരിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നവരെ അള്ളാഹു ഹിദായത്തിലാക്കുന്നു, നേർമാർഗത്തിലാക്കുന്നു. എന്നാൽ അത് അവഗണിച്ച് തള്ളുന്നവരെ അള്ളാഹു വഴികേടിൽ തന്നെ മുന്നോട്ട് പോകാൻ വിടുന്നു. പക്ഷേ അവരെ പിന്നെ വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. അവരെ അന്ത്യനാളിൽ അന്ധരും ബധിരരും ഓമകളുമായിട്ടായിരിക്കും ഒരുമിച്ച് കൂട്ടുക. അവരുടെ ധിക്കാരത്തിൻ്റെ ഫലമായി അവർക്കവിടെ നരകശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 97, 98 ആയത്തുകളിൽ പറയുന്നത്. ഒമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അള്ളാഹു നേർമാർഗത്തിലാക്കുന്നവനാണ് സന്മാർഗം ലഭിച്ചവൻ. അള്ളാഹു പ്രവാചകന്മാർ മുഖേന നേർമാർഗം എത്തിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവൻ നേർമാർഗിയാവുന്നു. എന്നാൽ ഒമൻ യുളിൽ, എന്നാൽ അവൻ അള്ളാഹു ദുർമാർഗത്തിലാക്കുന്നവർ, അള്ളാഹു പ്രവാചകന്മാർ മുഖേന എത്തിച്ച നേർമാർഗത്തെ അവഗണിച്ച് ദുർമാർഗത്തിൽ തന്നെ ചരിക്കുവാൻ തീരുമാനിച്ച ആളുകളെ അള്ളാഹു ദുർമാർഗത്തിൽ തന്നെ മുന്നോട്ടു പോകാൻ, ചരിക്കുവാൻ വിടുന്നു. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു വഴിപിഴപ്പിച്ചവർ എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഫലൻ തജിദലഹും, അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് കണ്ടെത്താനാവുകയില്ല, ഔലിയ അമിന്ദൂനിഹി, അവനെ കൂടാതെ വല്ല രക്ഷകരെയും. അവർക്ക് രക്ഷകരായി അള്ളാഹു അല്ലാതെ ആരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അവരെ ആ ദുർമാർഗത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നേർമാർഗത്തിലേക്ക് വരിക എന്നതല്ലാതെ അവർക്ക് മുമ്പിൽ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. വനശ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, ഖിയാമത്ത് നാളിൽ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം നാം അവരെ മുഖം കുത്തിയവരായി ഒരുമിച്ച് കൂട്ടുന്നു. ഹഷറ എന്നാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ്. അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്ന നിലയിൽ യൗമുൽ ഹഷർ എന്നും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സഭയ്ക്ക് മഹ്ശറ എന്നും പറയുന്നു. അവരെ മുഖം കുത്തിയവരായി ഹാജരാക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖം നിലത്ത് കുത്തിയവരായി ഹാജരാക്കപ്പെടും, അല്ലെങ്കിൽ മുഖം നിലത്താക്കി വലിച്ചിഴക്കപ്പെട്ടവരായി കൊണ്ടാണ് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നുമാവാം. അതുമാത്രമല്ല ഒമ്യൻ വ ബുക്മൻ വ സുമ്മൻ, അന്ധരും ബധിരരും മൂകരുമായിട്ട് കൂടിയായിരിക്കും അവർ അവിടെ ഹാജരാക്കപ്പെടുക. കാരണം എന്തെന്ന് വെച്ചാൽ അള്ളാഹു കൊടുത്തയച്ച നേർമാർഗത്തിന് നേരെ, സത്യത്തിന് നേരെ അവർ കണ്ണടച്ചു, അവർ അന്ധത പാലിച്ചു, അവർ കേൾക്കാൻ തയ്യാറായില്ല, അവർ ബധിരരായി, അവർ സത്യം പറഞ്ഞില്ല, അവർ മൂകരായി. സത്യം കാണാനും കേൾക്കാനും പറയാനുമാണ് അവർക്ക് കണ്ണും കാതും സംസാരശേഷിയും അള്ളാഹു നൽകിയത്. പക്ഷേ അവരത് ആ രീതിയിൽ ഉപയോഗിച്ചില്ല. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ അവരെ അന്ധരും ബധിരരും മൂകരുമായിക്കൊണ്ട് അള്ളാഹു അന്ത്യനാളിൽ വിചാരണ സഭയിൽ വിളിച്ചു കൂട്ടും. മഅ്വാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. കുല്ലമാ ഖബത്ത്, അത് അണയുമ്പോഴൊക്കെ, ആ നരകത്തിൻ്റെ തീ കുറച്ച് അണയുകയാണെങ്കിൽ സിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിക്കും. സഈറ, തീജ്വാല, ആളിക്കത്തൽ. ആ നരകത്തീ അണയാൻ അനുവദിക്കാതെ ദുർമാർഗികളെയും കൊണ്ട് അത് എപ്പോഴും ആളിക്കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദാലിക ജസാഉഹും, അവർക്കുള്ള ശിക്ഷയാണത്. ബിഅന്നഹും കഫറു ബി ആയാതിനാ, അവർ നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ചു തള്ളിയതിൻ്റെ പേരിൽ. സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അവർ നിഷേധിച്ചു തള്ളി. പരലോകത്തെക്കുറിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ച് തള്ളി. പരലോകത്തെക്കുറിച്ച് അവർ പറഞ്ഞത് എന്തായിരുന്നു? വഖാലു, അവർ പറഞ്ഞു, ഐദാ കുന്ന ഇലാമം വറുഫാത്ത, ഞങ്ങൾ അസ്ഥികളും നുരുമ്പിച്ച പൊടികളുമായി കഴിഞ്ഞാൽ, ഇലാമ് എന്ന് പറഞ്ഞാൽ എല്ല്, റുഫാത്ത് എന്ന് പറഞ്ഞാൽ നുരുമ്പിയ പൊടി. മരിച്ചു കഴിഞ്ഞ് മൃതദേഹം മണ്ണിനോട് ചേർന്ന് എല്ലുകൾ ദ്രവിക്കുകയും നുരുമ്പി പൊടിയായി ശരീരം തന്നെ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ, ഞങ്ങൾ പുതിയ ഒരു സൃഷ്ടിയായി വീണ്ടും ഉയിർപ്പിക്കപ്പെടുമെന്നാണോ? അതിനുശേഷം ഞങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിപ്പിക്കുമെന്നാണോ? ഖൽക്കൻ ജദീദ, പുതിയൊരു സൃഷ്ടിയായിക്കൊണ്ട്. പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുമെന്ന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താക്കീതുകളെ പരിഹസിച്ചുകൊണ്ട് പരലോക നിഷേധികളായ മുശ്രിക്കുകൾ പറഞ്ഞ വാദമാണിത്.
അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവർക്ക് നരകശിക്ഷ ലഭിക്കുക എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.